ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെറി ജാമാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വളരെ കുറവ് ഷുഗർ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് നല്ല ഫ്രഷ് ചെറീസ്, പിന്നെ ലെമൺ, പിന്നെ അടികട്ടിയുള്ളൊരു പാത്രം, പിന്നെ കുറച്ച് ഷുഗർ, പിന്നെ ഇതിട്ട് വയ്ക്കാനുള്ളൊരു ബോട്ടിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഉണ്ടാക്കുന്ന മെത്തേഡും വളരെ ഈസിയാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഫാമിൽ പോയിട്ട് നല്ല ഫ്രഷ് ചെറീസ് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഫണ്ണായിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അന്ന് ഞങ്ങളൊരു 4 കിലോയുടെ അടുത്ത് തന്നെ ചെറീസ് പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല സ്വീറ്റായിട്ടുള്ള ചെറിയാണ്. അപ്പം നല്ല ഡാർക്ക് കളേഴ്സ് നോക്കിയിട്ടാണ് ഞങ്ങളന്ന് പിക്ക് ചെയ്തത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു സ്ട്രോബെറി ജാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ജാമിൻ്റെ ആ ഒരു സെയിം ഷുഗറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് വെച്ച് ജാം ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഷുഗർ കുറച്ചുള്ള വേർഷൻ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് അടിപൊളിയായിട്ട് നല്ല സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് നല്ല ചെറീസൊക്കെ കിട്ടുവാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നമ്മൾ ചെറിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ സ്റ്റെമ്മൊക്കെ കളഞ്ഞിട്ട് അതിനകത്തൊരു കുരുവുണ്ട്. അപ്പോൾ ആ സീഡ് നമ്മളെടുത്ത് മാറ്റണം. അപ്പം ഞാൻ ആദ്യം നൈഫ് വെച്ചിട്ടാണ് അത് കട്ട് ചെയ്ത് മാറ്റാൻ നോക്കിയത്. അപ്പോൾ അത് ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ കൈകൊണ്ട് തന്നെ നമ്മൾ നല്ല പഴുത്ത ചെറിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തിയെടുത്ത് അതിൻ്റെ സീഡ് കളയാൻ പറ്റും. പിന്നെ ക്ലീനാക്കി ഈ ചെറിയിലേക്ക് നമ്മൾ ഷുഗർ ഇടുക, പിന്നെ നമ്മുടെ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ മാറ്റി വയ്ക്കുവാണെങ്കിൽ ഈ ഷുഗറൊക്കെ മെൽറ്റായിട്ട് ചെറിയിൽ പിടിച്ച് അതിൻ്റെ ആ ചെറിയുടെ ജ്യൂസ് പുറത്തേക്ക് വരുന്ന രീതിയിലായി കിട്ടും. ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യരുത്, വെള്ളമോ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യരുത്. ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിലും ഒരു 1 അവർ ഇരിക്കുമ്പോഴത്തേക്കും ഈ ഷുഗറും പിന്നെ ചെറിയ ഫ്രൂട്ടെല്ലാം കൂടി മിക്സായിട്ട് ചെറിയിൽ നിന്ന് ആ ഒരു ജ്യൂസ് ഇങ്ങനെ പുറത്തേക്ക് വരും. എന്നിട്ട് ഞാൻ ചെയ്തത് ഇതിങ്ങനെ വലിയ പീസായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോ സ്മാഷ് ചെയ്യുന്ന ഒരു സ്മാഷർ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുകയോ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇത്രയും വലിയ ലംസ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താലും മതി മിക്സിയിൽ. അപ്പോൾ എനിക്ക് ഈ ജാം കുറച്ചിങ്ങനെ ഫ്രൂട്ട് കടിക്കുന്ന ഇഷ്ടമാണ് നമ്മൾ ബ്രെഡിൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഇങ്ങനെ ഒരു നല്ല വലിയ ബബിൾസൊക്കെ വന്നിട്ട് തിള വരും. അപ്പോൾ അതിന് ശേഷം കുറച്ചുകൂടെ ടൈറ്റ് ആവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ വെന്ത് വരുന്ന ഒരു ടൈമിൽ നമ്മുടെ സ്പൂൺ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ജാം റെഡിയായെന്ന് അറിയണമെങ്കിൽ ഇതാ ഈ വീഡിയോ കാണുന്ന ആ ഒരു പരുവത്തിനായി കിട്ടിയാൽ മതി. നല്ല അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് എല്ലാം പോയിട്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറി ജാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുക, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.